പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ ജഡ്ജ്മെൻറ്റ് ഡേയിലേക്ക് പുതിയ മെമ്പറായി കാർലിറ്റോ വരുന്നതിൻ്റെ സാധ്യതകൾ അവർ തുറന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമിൻ പ്രീസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ച് സംഭവ ബഹുലമായിട്ടുള്ള ഒരു റോ എപ്പിസോഡ് തന്നെയായിരുന്നു. കാരണം ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പറായി കാർലിറ്റോ കയറി വരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെതായ ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ നിലവിൽ ജഡ്ജ്മെൻറ്റ് ഡേയുടെ നേതൃത്വം വഹിക്കുന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റിന് കാർലിറ്റോയെ ആ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ തീരെ താല്പര്യമില്ല. കാരണം കാർലിറ്റോ മുൻപ് ഡാമിൻ പ്രീസ്റ്റിൻ്റെയും ബാഡ് ബണ്ണിയുടെയും പ്യൂട്ടോറിക്കോയിൽ വെച്ച് നടന്ന ബാക്ക്ലാഷ് ഇവൻറ്റിലെ മത്സരത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെതിരെ നിന്ന റെസ്ലറാണ്. അന്ന് ഡാമിൻ പ്രീസ്റ്റ് തോൽക്കാൻ കാരണം കാർലിറ്റോ പോലെയുള്ള റെസ്ലേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ആയിരുന്നു. ആ ഒരു പ്രശ്നം മുൻനിർത്തി തന്നെയാണ് അവരുടെ ആ ഒരു ഹിസ്റ്ററി കാണിച്ച് ഡാമിൻ പ്രീസ്റ്റിന് കാർലിറ്റോയോട് പ്രശ്നങ്ങൾ ഉള്ള പോലെ അവർ ഇപ്പോൾ റോയിലടക്കം പറഞ്ഞു പോകുന്നത്. എന്നാൽ കാർലിറ്റോ പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഡേക്കും ഡാമിൻ പ്രീസ്റ്റിനും തൻ്റെ ഒരു സഹായം ആവശ്യമായിട്ട് വരും, നമ്മൾ അടുക്കുന്ന ദിവസം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാർലിറ്റോ അവിടെ നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ജഡ്ജ്മെൻറ്റ് ഡേയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫേറ്റൽ ഫോർവേ നമ്പർ 1 കണ്ടൻഡേഴ്സ് ടാഗ് ടീം മത്സരമാണ് കാണാൻ സാധിച്ചത്. ജഡ്ജ്മെൻറ്റ് ഡേയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് JD മക്ഡോണ, ഫിൻ ബാലർ, ക്രീഡ് ബ്രദേഴ്സ്, ന്യൂ ക്യാച്ച് റിപ്പബ്ലിക്, ഓതേഴ്സ് ഓഫ് പെയിൻ എന്ന് പറയുന്ന 4 ടീമായിരുന്നു പങ്കെടുത്തത്. വിജയിക്കുന്നവർക്ക് ഓസം ട്രൂത്തിൻ്റെ കൈവശമുള്ള വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ എതിരാളികളായി നമ്പർ 1 കണ്ടൻഡേഴ്സായി കയറി വരാൻ സാധിക്കും. മത്സരം എന്ന് നടക്കുമെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഫേറ്റൽ ഫോർവേ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഈ ജഡ്ജ്മെൻറ്റ് ഡേ വിജയിക്കാനുള്ള കാരണം കാർലിറ്റോയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. കാർലിറ്റോ വന്ന് ന്യൂ ക്യാച്ച് റിപ്പബ്ലിക്കിലെ ടൈലർ ബേറ്റിനെ ആക്രമിക്കുന്നതായിരുന്നു. കാർലിറ്റോ ആ ഇൻവോൾവ്മെൻറ്റ് നടത്തിയതുകൊണ്ട് മാത്രമാണ് ജഡ്ജ്മെൻറ്റ് ഡേ വിജയിച്ചത്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ജഡ്ജ്മെൻറ്റ് ഡേ വിജയിച്ചതിന് ശേഷം പിന്നീട് നടന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ കാർലിറ്റോയുടെ ഈ ഒരു പ്രവൃത്തിയെ ഡാമിൻ പ്രീസ്റ്റ് അങ്ങനെ അഭിനന്ദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാർലിറ്റോ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം നിൽക്കുന്നത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഡാമിൻ പ്രീസ്റ്റ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. കൂടാതെ കാർലിറ്റോയുടെ നിലവിലെ എതിരാളി എന്ന് പറയുന്നത് റെയ് മിസ്റ്റീരിയോ ആണ്. ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഏറ്റവും വലിയൊരു എതിരാളിയും റെയ് മിസ്റ്റീരിയോ തന്നെയാണ്. ഡൊമിനിക്കിന് റെയ് മിസ്റ്റീരിയോയുടെ എപ്പോഴും ഒരു ശത്രുത ഉണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെയാണ് ഡൊമിനിക് മിസ്റ്റീരിയോ കാർലിറ്റോയെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കാർലിറ്റോ പുതിയ മെമ്പറായി വരും എന്നുള്ളത് 100% ഷുവർ ആയിട്ടുണ്ട്. ഇനി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഭാവി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ മെമ്പർ കൂടി വരുമ്പോൾ ഡാമിൻ പ്രീസ്റ്റിൻ്റെ സാധ്യതകൾക്കാണ് അവിടെ മങ്ങലേൽക്കുന്നത്. ഓൾറെഡി ഒരു ഫേസ് ടേണിൻ്റെ ഒരു സൂചനയൊക്കെ ഡാമിൻ പ്രീസ്റ്റ് ഇതിനോടകം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാർലിറ്റോയും കൂടി വന്ന് ഫിൻ ബാലറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ആ ഒരു വേൾഡ് ടൈറ്റിലിന് വേണ്ടി ഫിൻ ബാലർ ഒരു ശ്രമം നടത്തുകയും അവിടെ ഫിൻ ബാലറിനെ സഹായിക്കാൻ വേണ്ടി കാർലിറ്റോയും ഡൊമിനിക്കും JD മക്ഡോണയും ഫിൻ ബാലറിൻ്റെ കൂടെ നിൽക്കുന്നതുമൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ അതിലൂടെ ഡാമിൻ പ്രീസ്റ്റിനെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നതുമായിരിക്കും നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കുക. ആ ഒരു രീതിയിലേക്കാണ് സ്റ്റോറി ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർലിറ്റോയുടെ ഈ ജഡ്ജ്മെൻറ്റ് ഡേയെ സഹായിച്ച പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് ഏറിയ റിപ്ലിയും ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാർലിറ്റോ ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഒരു മെമ്പറായി വരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഭാവി പരിങ്ങലിലാണ് എന്നുള്ളതും 100% ഉറപ്പിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.